السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن إظهار الشماتة بالمسلم. قال الله تعالى: إنما المؤمنون إخوة. وقال تعالى: إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ ഐക്യവും അതുപോലെ തന്നെ സാഹോദര്യവും കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായ യഥാർത്ഥത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്കിടയിൽ സൗഹാർദ്ദത്തെ തകർത്ത് കളയുന്ന, അവർക്കിടയിലെ സ്നേഹത്തെ നശിപ്പിക്കുന്ന ഒട്ടേറെ ദുർഗുണങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഹദീസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച അധ്യായത്തിൻ്റെ താൽപ്പര്യം ബാബുൻ നഹി അൻ ഇദ്ഹാരി ശമാത്തത്തി ബിൽ മുസ്ലിം. നഹി എന്ന് പറഞ്ഞാൽ വിരോധിക്കുക. എന്തിനെ വിരോധിച്ചിട്ടുണ്ട്? അൻ ഇദ്ഹാരി ശമാത്ത ബിൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യനെ ബാധിക്കുന്ന പ്രയാസങ്ങളെ ആ വിഷയത്തിൽ മറ്റൊരാൾ സന്തോഷം പ്രകടിപ്പിക്കുക, അതാണ് ശമാത്തത്ത് എന്ന് പറയുന്നത്. ശമാത്തത്തുൽ അദാ വളരെയേറെ ഗൗരവത്തോടുകൂടി ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ ബാധിക്കുന്ന ആപത്തുകളും പ്രയാസങ്ങളിലും മറ്റൊരാൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും അവൻ്റെ സന്താപത്തിലും പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ഒരേ ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ, ഏകോദര സഹോദരങ്ങളെപ്പോലെ വളരെയേറെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ അതിനെ തകർക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് ഈ മുന്നറിയിപ്പിലൂടെ, ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതാണ് ഇദ്ഹാറു ശമാത്തത്ത്. ശമാത്തത്ത് പ്രകടിപ്പിക്കുക, ശമാത്തത്ത് പ്രകടിപ്പിക്കുക. എനിക്കൊരാളോട് ശത്രുതയുണ്ട്, വെറുപ്പുണ്ട്, അയാളിൽ എന്തെങ്കിലും, അയാൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഒക്കെ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവുക, ഞാൻ ആ സന്തോഷം പ്രകടിപ്പിക്കുക. ഇതിനാണ് ശമാത്തത്ത് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ പ്രയാസത്തിൽ എനിക്ക് സന്തോഷം തോന്നുക, അതാണ് ശമാത്തത്ത്. ഇതിനെ വിരോധിക്കുകയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാടില്ല. നമുക്കതിൻ്റെ മലയാളത്തിൽ ഒറ്റവാക്കിൽ വേണമെങ്കിൽ ശത്രു സന്തോഷം എന്ന് പറയാം. പരിശുദ്ധ ഖുർആനിൽ ആ പ്രയോഗം വന്നിട്ടുള്ളത് ഒരൊറ്റ സ്ഥലത്താണ്. സൂറത്തുൽ അഅറാഫിലെ 150-ാമത്തെ ആയത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണ മധ്യേ ഈ ഒരു പ്രയോഗം കടന്നു വരുന്നുണ്ട്. ഫലാ തുഷ്മിത് ബിയൽ അഅദാഅ വലാ തജഅൽനി മഅൽ ഖൗമിൽ ളാലിമീൻ എന്ന് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബിയോട് പറയുന്നുണ്ട്. വിഷയം ഞാൻ ചുരുക്കി പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ സഹായിയായിക്കൊണ്ടുള്ള സഹനബിയായിരുന്നുവല്ലോ ഹാറൂൻ നബി അലൈഹിസ്സലാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ക്ഷണിക്കപ്പെട്ട 40 ദിവസം അങ്ങോട്ട് പോയ വേളയിൽ ഇവിടെ അനുയായി വൃന്ദത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഹാറൂൻ നബി അലൈഹിസ്സലാം. തൗറാത്ത് വാങ്ങി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ വന്നപ്പോൾ, ചുരുക്കി പറയുകയാണ്, ചരിത്രം നമ്മൾ പലവരും കേട്ടിട്ടുണ്ടാകും, അതുകൊണ്ട് സൂചനയിൽ മതിയാക്കുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തും വാങ്ങി തിരികെ വന്നപ്പോൾ താനിവിടെ വിട്ടേച്ചു പോയ, അഥവാ ഹാറൂൻ അലൈഹിസ്സലാമിനെ മസ്ഊലിയത്ത് ഏൽപ്പിച്ച്, ഉത്തരവാദിത്തം ഏൽപ്പിച്ച് വിട്ടേച്ചു പോയ ഈ സമുദായം അവർ പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ കൈകളിലുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ തീയിലിട്ട് ഉരുക്കിയെടുത്ത്
മുക്രയിടുന്ന ശബ്ദമിടുന്ന ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി സാമിരി എന്ന് പറയുന്ന അവരിലെ ഒരു മനുഷ്യൻ ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഇനി മുതൽ ആരാധിക്കേണ്ടത്. മൂസ ഇത് നമ്മളോട് പറയാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് ഇതാണ് ഇനി നമുക്ക് ഇതിനോട് പറഞ്ഞിട്ട് നമ്മൾ കാര്യം നേടലാണ് നല്ലത് എന്ന് പറഞ്ഞ് തൗഹീദ് പഠിപ്പിച്ച ഒരു ജനത. മനസ്സിലാക്കണം, അതൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. ഏതാണ് ആ ജനത എന്ന് ഓർക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലും കടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഇസ്രായേൽ മക്കൾ എവിടുന്ന കൊണ്ടുവരുന്നത്? ഫിറഔനിൻ്റെതായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച്, കിരാതമായ ഫറോവയുടെ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച്, അടിച്ചമർത്തലുകളുടെയും പീഡനങ്ങളുടെയും നടുവിൽ നിന്ന് മോചിപ്പിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പഠിപ്പിച്ച്, അള്ളാഹുവിൻ്റെ മഹാത്ഭുതങ്ങൾ എന്താണെന്ന് നേരിൽ ദർശിച്ച ഒരു സമുദായം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും കൂടെ ചെങ്കടലിൻ്റെ തീരത്തെത്തി. പിന്നിൽ ഫറോവയും പട്ടാളവും വരികയാണ്. മുന്നിലാണെങ്കിൽ ആർത്തലച്ചു നിൽക്കുന്ന സമുദ്രമാണ്. മുന്നോട്ട് പോകാനും നിവൃത്തിയില്ല, തിരിഞ്ഞു വരാനും നിവൃത്തിയില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ അനുയായി വൃന്ദം വിഷമിച്ചപ്പോൾ മഹാനായ നേതാവ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സമാധാനിപ്പിച്ചു. ഭയപ്പെടേണ്ടതില്ല, എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് കാണിച്ചു തരുന്നു. എന്താ വഴിയെന്നൊന്നും അറിയില്ലായിരുന്നു. അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു. മൂസാ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചേക്ക്. സമുദ്രം അടിച്ചു, പിളർന്നു. ഞാൻ ചുരുക്കുകയാണ്. വഴിയുണ്ടായി, അതിലൂടെ കടന്നു രക്ഷപ്പെട്ടു വിശ്വാസികൾ. ഫറോവയും പട്ടാളവും പിന്നാലെ കൂടി സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴേക്ക് രണ്ട് ഭാഗത്തേക്കും മാറി നിന്നിരുന്ന വെള്ളത്തിൽ ഇങ്ങോട്ട് കൂട്ടിമുട്ടി അവർ മുങ്ങി നശിച്ചു. ഞാൻ പറയുന്നത്, ഈ കാഴ്ച നേരിട്ട് കണ്ടു അവർ. ഞാനും നിങ്ങളും ഇത് കേട്ടിട്ടേ ഉള്ളൂ. മൂസാ അലൈഹി സ്വലാം സമുദ്രത്തിലടിച്ചപ്പോൾ വലിയ മലന്തിണ്ണകളെപ്പോലെ പർവ്വത സമാനമായ നിലക്ക് വെള്ളം മാറി നിന്നോന്നും അതിലൂടെ ആളുകൾ രക്ഷപ്പെട്ടോന്നും ബാക്കിയുള്ളവരെ മുക്കിക്കൊന്നോന്നും ഞാനും നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. കടൽ പിളരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് കണ്ടു ആര്? മൂസാ അലൈഹി സ്വലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ. അവർ കാണുന്നു, അക്കരെ നിന്നിട്ട് കാണുന്നു വളർന്നു നിൽക്കുന്ന കടൽ. ഇക്കരെന്നും കണ്ടു. അക്കരെ അവരെത്തോളം അത് അങ്ങനെ തന്നെ നിന്നതായി കണ്ടു. നടക്കാൻ വേണ്ടി വെറുതെ വെള്ളം മാറിയെന്നാൽ പോരല്ലോ, ചെളി വെള്ളാവൂലേ? ചെളിവെള്ളത്തിൽ കൂടെ നടക്കാൻ കഴിയില്ലല്ലോ, ചതുപ്പ് നിലല്ലേ. അപ്പൊ കാറ്റടിച്ചു, അല്ല ഒരു അത്ഭുതത്തിന്റെ കാറ്റടിച്ചു, നിലം മുഴുവൻ വറ്റിച്ചു. ആ നടപ്പാതയിലൂടെയാണ് അവർ മറുകര കിടന്നത്. ഇതൊക്കെ കണ്ടവരായി ഇവര്. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഫറോവയും പട്ടാളവും ഈ മുങ്ങിക്കൊല്ലു, അതും അവർ കണ്ടു. അത്ഭുതങ്ങൾ എത്രയാ കാണുന്നത്? തീർന്നില്ല. അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നു. മൂസാ അലൈഹി സ്വലാം അവരെ രക്ഷപ്പെടുത്തി പോയി. അവിടെ എത്തി നോക്കുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. 10-12 ഗോത്രങ്ങളിലെ ആളുകളുണ്ട് തൻ്റെ കൂടെ. കുടിക്കാൻ വെള്ളമില്ല. എന്ത് ചെയ്യണം? മൂസാ അലൈഹി സ്വലാമിനോട് പരാതി പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബിൻ്റെ വഹയി കയ്യിലുള്ള വടി കൊണ്ട് പാറയിൽ അടിച്ചേക്ക്. പാറയിലടിച്ചു. 12 അരുവികൾ പൊട്ടി ഒഴുകി. 12 ഗോത്രത്തിനും തിക്കും തിരക്കും കൂട്ടാതെ കുടിക്കാനും കുളിക്കാനും സൗകര്യാർത്ഥമുള്ള ശുദ്ധജലം നിർഗളിക്കുന്നു പാറയിൽ നിന്ന്. ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ എന്നത് കേട്ടിട്ടേയുള്ളൂ. ഈ സമൂഹം അത് നോക്കി കണ്ടു. എത്ര അത്ഭുതം കാണുന്നുണ്ട്! തീർന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, മാംസമില്ല. അതുപോലെ തന്നെ അവർക്ക് ആവശ്യാർത്ഥമുള്ള പോഷകമൂല്യങ്ങളില്ല. മണ്ണിറക്കിക്കൊടുത്തു, സെൽവ ഇറക്കിക്കൊടുത്തു. അത്ഭുതകരമായ നിലക്കുള്ള തേൻകട്ടിയും അതുപോലെ തന്നെ കാടപ്പക്ഷിയും മാംസത്തിന് മാംസമായി രുചികരമായ നിലക്കുള്ള പോഷകമൂല്യം അടങ്ങിയിട്ടുള്ള ഒരു തരം മധുര പാനീയം അവർക്ക് കിട്ടി. അത്ഭുതം എത്രയാ! എല്ലാവരും കൂടെ അഭയാർത്ഥികളായി ചെന്നിരിക്കുകയാണ്. ഒരു ടെന്റില്ല, കിടപ്പാടമില്ല. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവർക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നു. അവർ കാണുകയാണ്, മേഘം തണലിട്ട് കൊടുക്കുകയാണ്. ഒരു ടെന്റിനേക്കാൾ വലിയ സൗകര്യാർത്ഥമുള്ള നിലക്കുള്ള വീട് അവർക്കുണ്ടാവുകയാണ്. ആകാശലോകം ടെന്റായി മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അത്ഭുതങ്ങളാണ് അവർ കാണുന്നത്. അതൊക്കെ കണ്ട ഒരു ജനത അവരെ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ട് 40 ദിവസേ ആര് പോയിട്ടുള്ളൂ? നേതാവായ മൂസാ നബി പോയിട്ടുള്ളൂ. ഹാറൂൻ നബിനെ ഇവിടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് മൂസാ അലൈഹി സ്വലാം പോയിട്ടുള്ളത്. ഹാറൂൻ നബി ആവുന്ന വിധത്തിൽ പറഞ്ഞു നോക്കി, ജനങ്ങളെ ശിർക്ക് ചെയ്യല്ലേ. മൂസാ അലൈഹി സ്വലാം നിങ്ങളോട് പറഞ്ഞത് ഇതല്ലല്ലോ. നിങ്ങൾ അള്ളാഹിന്റെ അത്ഭുതങ്ങൾ കണ്ടവരല്ലേ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കൂ. വളരെ ഗൗരവത്തോടെ പറഞ്ഞു നോക്കി. എത്രത്തോളം പറഞ്ഞു എന്ന് സൂറത്തുൽ അറാഫിലെ 150-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന വാചകത്തിന്റെ പ്രയോഗം എന്താ? അവരോട് ഞാൻ പറഞ്ഞു നോക്കി, അവരെന്നെ കൊല്ലുമാറായി. അത്രയും പറഞ്ഞു. ജനങ്ങൾ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വരെ തയ്യാറായി. കാരണം അത്രക്കും അദ്ദേഹം പറഞ്ഞു ജനങ്ങളോട് ഇത് ചെയ്യല്ലേ എന്ന്. പക്ഷെ ജനം കേട്ടില്ല. അങ്ങനെ അവർ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ കാഴ്ചയാണ് ആര് കാണുന്നത്? മൂസാ അലൈഹി സ്വലാം കാണുന്നത്. തൗറാത്തിൻ്റെ പലകയൊക്കെ തലയിലേറ്റി വരികയാണ്. അതൊക്കെ താഴെ കിട്ടു. ദേഷ്യം പിടിച്ചു. ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ താടിക്ക് പിടിച്ചു വലിച്ചു. ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ താടിക്ക് വലിച്ചു പിടിച്ചു. ഈ പദപ്രയോഗം വന്നതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. താടിക്കണ് പിടിച്ചപ്പോൾ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യബ്ന ഉമ്മി,
ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ താടിക്കും തലക്കും പിടിച്ചു വലിക്കല്ലേ. എന്നിട്ട് പറയുന്നു സൂറത്തുൽ അറാഫിൽ കാണാം, ഫലാ തുശ്മിത് ബിയൽ അഅദാ, ശത്രുക്കൾക്ക് സന്തോഷത്തിന് വക കൊടുക്കല്ലേ. കണ്ടോ, എന്താ ഇവിടെ ശത്രുവിന് സന്തോഷം ഉണ്ടാവുക? കാക്കി അനിയനും തമ്മിൽ തെറ്റിയില്ലേ? തമ്മിൽ തെറ്റി എന്ന് കണ്ടാൽ എതിരാളികൾക്ക് എന്തുണ്ടാവും? ഒരുമയിൽ നിന്നിരുന്ന ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റി, രണ്ടും നബിമാരുമാണ്, തമ്മിൽ തെറ്റി, നേതാക്കളാണ്. അപ്പോൾ രണ്ടാളും പരസ്പരം അടി കൂടുക, അണികൾ കാണുക. അപ്പോൾ അതിലുള്ള മുനാഫിക്കുകൾക്കും ശത്രുക്കൾക്കും എന്താണ് ഉണ്ടാവുക? നന്നായിട്ടുണ്ട്, സന്തോഷം ഉണ്ടാവും. അതിന് വക കൊടുക്കല്ലേ മൂസ എന്ന് പറയണ ആര്? ഹാറൂൻ നബി അലൈഹിസ്സലാം. അപ്പം ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ മുനാഫിക്കുകളും അവിശ്വാസികൾക്കും വലിയ സന്തോഷമുണ്ടാകും. അത് അവരുടെ സ്വഭാവമാണ്. ഒരാൾക്കുണ്ടായ ആപത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് മുനാഫിക്കിൻ്റെയും കാഫിറിൻ്റെയും സ്വഭാവമാണ്. അത് വിശ്വാസികളെ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു മുസ്ലിമായ മനുഷ്യനോട് നിങ്ങൾക്കതുണ്ടാവരുത്. അത് പ്രത്യേകം അടിവരയിടുക. ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് അയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകുവാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ഇളവുണ്ടോ അങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ? ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായ കാഫിറുകളെല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല. അമുസ്ലിമീങ്ങളെല്ലാവരും ഒരേ നിലവാരത്തിലല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. അമുസ്ലിമീങ്ങളിൽ തന്നെ ദിമ്മിയായ അമുസ്ലിമുണ്ട്, അതുപോലെ തന്നെ ഹർബിയായ അമുസ്ലിമുണ്ട്. എന്താണ് ഈ ദിമ്മിയായ അമുസ്ലിം എന്ന് പറഞ്ഞാൽ? മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ അവരുടെ സംരക്ഷണത്തിൽ അവരുടെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾ. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളോട് കുടിപ്പകയും ശത്രുതയും വിദ്വേഷവും പ്രകടിപ്പിക്കുകയും എപ്പോഴും അവരെ വകവരുത്തണം, അവരെ നശിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ഹെർബിയായ കാഫിറുകൾ, യുദ്ധമനസ്സുള്ള കാഫിറുകൾ, വിദ്വേഷം അമിഞ്ഞൊഴുകുന്ന മനസ്സിൻ്റെ ഉടമകളായ കാഫിറുകൾ, രണ്ടു കൂട്ടരോടും ഒരേ ഇടപെടലല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ വിശദതലത്തിലേക്ക് പോകുന്നില്ല. അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. രണ്ട് വിഭാഗം അമുസ്ലിമീങ്ങളെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് വിഭാഗത്തോടും രണ്ട് നിലക്കുള്ള പെരുമാറ്റമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടാമത്തെ വിഭാഗമായ ഇസ്ലാമിനോട് എപ്പോഴും ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു ശത്രു, ആ ശത്രുവിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാകുന്നത് തെറ്റല്ല, അവൻ സന്തോഷിക്കും. അവൻ്റെ ശല്യം ഒഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ ഏത് സമയത്തും തകർക്കാനും നശിപ്പിക്കാനും മുസ്ലിമീങ്ങളെ കണ്ടാൽ ആക്രമിക്കാനും പ്ലാനും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് നടക്കുന്ന കഠിനമായ ഒരു ശത്രു, അവന് വരുന്ന ആപത്തുകളിൽ വിശ്വാസിയുടെ മനസ്സിന് സ്വാഭാവികമായും എന്തുണ്ടാകും? ഒരു ശിഫ തോന്നും. ഇത്രകാലം സഹിച്ചതിന് കിട്ടിയല്ലോ, അവൻ്റെ ശല്യം തീർന്നല്ലോ. അതിന് ഉപോത്ബലകമായ ഒരു സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരിക്കൽ ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ഒരു ജനാസ അതിലൂടെ കൊണ്ടുവരപ്പെട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹുൻ വമുസ്തറാഹുൻ മിൻഹു. എന്താ പറഞ്ഞത്? മുസ്തരീഹുൻ വമുസ്തറാഹുൻ മിൻഹു എന്ന് പറഞ്ഞു നബി തങ്ങൾ. ഇപ്പോൾ സഹാബത്തിന് മനസ്സിലായില്ല. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൽ മുസ്തരീഹു, ആരാണ് ആശ്വാസം കിട്ടിയവൻ? വൽ മുസ്തറാഹു മിൻഹു, ആരാണ് അയാളിൽ നിന്ന് മറ്റുള്ളവരെ ആശ്വസിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞവർ? രണ്ട് പ്രയോഗമാണ് ഒരു ജനാസയെ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. അൽ അബ്ദുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾ മരണപ്പെടുന്നത് യസ്തരീഹു മിൻ നസബിദ് ദുനിയാ, ദുനിയാവിൻ്റെ ടെൻഷനുകളിൽ നിന്ന് അയാൾ ആശ്വസിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ഒരു മുഅ്മിന് മരിക്കുമ്പോൾ അയാൾ മുസ്തരീഹാണ് ആവുന്നത്, അയാൾ രക്ഷപ്പെടുകയാണ്. ഒരു മുഅ്മിൻ മരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അയാൾക്ക് റാഹത്ത് കിട്ടുകയാണ് മരണത്തോടുകൂടി. അതാണ് മുസ്തരീഹ്. ഒരു മുഅ്മിൻ മരിക്കുമ്പോൾ അവൻ മുസ്തരീഹ് ആവുകയാണ്, കാരണം അവൻ ആശ്വാസത്തിലേക്കാണ് നീങ്ങുന്നത്. അതേ അവസരത്തിൽ വൽ മുസ്തറാഹു മിൻഹു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? വൽ അബ്ദുൽ ഫാജിറു, ഒരു തെമ്മാടിയായ, ഒരു സത്യനിഷേധിയായ, ഒരു തോന്നിവാസിയായ ഒരു മനുഷ്യൻ, അവൻ മരിക്കുമ്പോൾ യസ്തരീഹു മിൻഹുൽ ഇബാദു, അടിമകളൊക്കെ അവനിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, അവനിൽ നിന്ന് ആശ്വാസം കിട്ടുകയാണ് മറ്റുള്ളവർക്ക്. വൽ ബിലാദു, നാടിന് ആശ്വാസം കിട്ടുകയാണ്. വശജറു, ഇവിടുത്തെ സസ്യലതാദികൾക്ക് പോലും ആശ്വാസം കിട്ടുകയാണ്. വദ്ദവാബു, ഇവിടുത്തെ ജന്തുജാലങ്ങൾക്ക് പോലും ആശ്വാസം കിട്ടുകയാണ് ഒരു തെമ്മാടിയുടെ മരണത്തിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, ഇസ്ലാമിനോട് തീർത്താൽ തീരാത്ത കുടിപ്പകയും ശത്രുതയുമായി നടക്കുന്നവന് ബാധിക്കുന്ന കാര്യങ്ങളിൽ
വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷമാകുന്ന ആ ശമാത്തത്ത് ഇസ്ലാം വെറുത്ത കാര്യമല്ല, വിരോധിക്കപ്പെട്ട ശമാത്തത്തിൽ പെടുന്നില്ല. അത് അമുസ്ലിമായി എന്നുള്ള നിലക്കല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അമുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് എന്ന് പറഞ്ഞത് പ്രത്യേകം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിലും രമ്യതയിലും ജീവിക്കുന്നവരെ അമുസ്ലിമിനെ ബാധിക്കുന്ന ആപത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അവന്റെ പ്രയാസത്തിൽ പങ്കുചേരണം, അവന് സഹായിയായി നിന്ന് കൊടുക്കണം. ഒരു വേള അവന് ബാധിക്കുന്ന ആപത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിപ്പിച്ച് ഇസ്ലാമികമായ മൂല്യങ്ങൾ അയാളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അയാൾക്ക് ബാധിച്ച ആപത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതെ മുസ്ലിമീങ്ങളല്ലാത്തവർക്കൊക്കെ എന്ത് ബാധിച്ചാലും ഭയങ്കര സന്തോഷം ഉണ്ടാവണം എന്ന് പറയുന്ന വർഗീയതയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അതാണ് ഞാൻ നേരത്തെ ആമുഖം പറയാൻ കാരണം. രണ്ട് വിഭാഗം അമുസ്ലിമീങ്ങളോടും രണ്ട് പെരുമാറ്റമാണ് സൂറത്തുൽ മുംതഹിനയിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാങ്കേതികമായി ഒന്ന് ദിമ്മിയായ കാഫിറാണ്, മറ്റൊന്ന് ഹെർബിയായ കാഫിറാണ്. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർ മുസ്ലിമീങ്ങളാണെന്നേ ഉള്ളൂ, പക്ഷേ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് മുസ്ലിമീങ്ങളോട് വൈരാഗ്യമൊന്നുമില്ലാതെ അവരവരുടെ വഴി അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു സാധാ അമുസ്ലിം, അതേ അവസരത്തിൽ ഫാസിസം മനസ്സിൽ തിളച്ചു പൊന്തുന്നവൻ, അവൻ വേറെ ഐറ്റാണ്. രണ്ടും രണ്ടാണ്, രണ്ടും വ്യത്യസ്തമാണ്. അപ്പം അത് ആ നിലക്ക് ശമാത്തത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് അത് പലപ്പോഴും ഉണ്ടാകും, ആളുകൾക്കിടയിൽ ഉണ്ടാകും. എനിക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒന്നങ്ങനെ ബാധിച്ച് കാണുന്നത് എനിക്ക് ഉള്ളിലൊരു സന്തോഷം. അങ്ങനെ ഞാനത് ചിലപ്പോൾ അയാൾ പരിഹസിക്കും, അങ്ങനെ വേണം, അങ്ങനെ തന്നെ കിട്ടേണ്ടത്, കിട്ടിയത് നന്നായി എന്നൊക്കെ എൻ്റെ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ട് പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുക. അത് പാടില്ല. അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാനും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. തഅവ്വദു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ് നമ്മളോട്. തഅവ്വദു, നിങ്ങൾ കാവൽ ചോദിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കുവീൻ. എന്തിൽ നിന്ന്? 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ആ 4 കാര്യങ്ങളിൽ നാലാമത് പറഞ്ഞത് ശമാത്തത്തുൽ അഅദാ, ശത്രു സന്തോഷത്തിൽ നിന്ന്. 4 കാര്യങ്ങൾ ഏതൊക്കെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ, വളരെ കൃത്യമായിട്ട് 4 കാര്യങ്ങളാണ് ആ ഹദീസിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത്. 4 കാര്യങ്ങൾ. ജഹദുൽ ബലാ എന്ന് പറഞ്ഞാൽ ബലാകൾ, പ്രയാസങ്ങൾ, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന വല്ലാത്ത പ്രയാസങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുക. അതിൻ്റെ മറ്റൊരു കാര്യമാണ് ദറക്കുശഖാ, അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ നിർഭാഗ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പരീക്ഷണങ്ങൾ തുരുതുര, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിശ് ശഖാ വസൂഇൽ ഖദാ, സൂഉൽ ഖദാകൾ, എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. വശമാതത്തിൽ അഅദാ, ശത്രുക്കൾക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വരാതെ റബ്ബേ എന്നെ കാത്തുകൊള്ളണേ. ഇത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാവണം. എല്ലാവരും പല ആളുകളും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. നാലാമത് പറഞ്ഞ കാര്യമാണ് വശമാതത്തിൽ അഅദാ, ശത്രുക്കളുടെ സന്തോഷത്തിന് കാരണമാകുന്ന ആപത്തുകളൊന്നും എനിക്ക് വരാതെ നീ എന്നെ സംരക്ഷിക്കണേ അല്ലാഹ്. അതാണ് ശമാതത്തുൽ അഅദാ. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് വലിയ സങ്കടം ഉണ്ടാവും. നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ശത്രു അത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ, ശത്രുവിന് സന്തോഷിക്കുവാനുള്ള ഒരവസ്ഥയുണ്ടാകുന്ന നിലക്ക് എന്നിൽ ആപത്തുകൾ വരരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു, പ്രാർത്ഥന പഠിപ്പിച്ചു തരുകയും ചെയ്തു. അപ്പോൾ അതാണത് പാടില്ല. അപ്പോൾ ശമാതത്തുൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കും. അത് ഹസദിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഒരാളോട് അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഈ സന്തോഷം. എനിക്കൊരാളോട് അസൂയയുണ്ട്, പകയുണ്ട്, ഞാൻ ഒരാളെ നിസ്സാരനായി കാണുന്നുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഏത് ആപത്തും പ്രയാസങ്ങളും എൻ്റെ മനസ്സിലൊരു വലിയ സന്തോഷം ഉണ്ടാക്കും. അങ്ങനെ ഞാനത് പ്രകടിപ്പിക്കുക. അങ്ങനെ പ്രകടിപ്പിക്കുന്നത് മഹാ അബദ്ധമാണ്. അതാണ് ഇനി നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അടുത്ത വാചകം 1-ാമത്തെ ആയത്തായി നൽകിയത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. എന്താണ് ആ ആയത്തും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധം? സഹോദരങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല?
ഒരാൾക്കുണ്ടാകുന്ന ആപത്തിൽ സന്തോഷിക്കരുതല്ലോ. സങ്കടം വരുമ്പോൾ ഞാനും സങ്കടപ്പെടണം, ദുഃഖത്തിൽ പങ്കുചേരണം, സന്തോഷത്തിലും പങ്കുചേരണം. അതാണല്ലോ സാഹോദര്യം. അതിനെതിരാണ് ഈ സ്വഭാവം ഉണ്ടാവരുത്. അടുത്ത ആയത്ത് കൊടുത്തത് ഏതാണ്? സൂറത്തു നൂറിലെ 19-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും ഇഷ്ടപ്പെടുന്നവർ. എന്തിഷ്ടപ്പെടുന്നവർ? അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്കിടയിൽ ഫാഹിശത്ത് പ്രചരിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. വിശ്വാസികൾക്കിടയിൽ ഫാഹിശത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ. ലഹും, അവർക്കുണ്ട്, അദാബുൻ അലീം, നോവേറിയ ശിക്ഷയുണ്ട്, വേദനയേറിയ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. അതെന്താ ഈ അധ്യായമായിട്ടുള്ള ബന്ധം? മറ്റൊരാൾക്കുണ്ടാകുന്ന ആപത്തുകളിലും അപകടങ്ങളിലുമൊക്കെ സന്തോഷിച്ച് അതിങ്ങനെ ഞാൻ പ്രചരിപ്പിച്ച് നടക്കുമ്പോൾ ആ മുഅ്മിനായ ആ വിശ്വാസിയുടെ മനസ്സിനെയാണ് അത് മുറിപ്പെടുത്തുന്നത്. അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും കണക്ട് ചെയ്തുകൊണ്ട് മദീനയിലെ യഹൂദികളും മുനാഫിക്കുകളും വ്യഭിചാരാരോപണം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദർഭത്തിലാണ് ഈ വചനം. അതെന്താ? ശത്രു സന്തോഷത്തിൽ ഈ ആയത്തിനുള്ള ബന്ധം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കുടിപ്പകയുമായി നടക്കുകയാണ് യഹൂദികളും മുനാഫിക്കിന്റെ നേതാവ് അബ്ദുള്ളയും. അവർക്ക് വീട് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഇത്. മുഹമ്മദിന്റെ ഭാര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ് കത്തി തെളിയുന്ന അല്ലെങ്കിൽ കത്തി നിൽക്കുന്ന ആ മനസ്സിന്റെ ഉടമകൾക്ക് വീണ് കിട്ടിയൊരു വാർത്തയല്ലേ? അപ്പോൾ അവർ സന്തോഷിക്കൂലേ? അതാണ് ശത്രു സന്തോഷം. ആ ശത്രു സന്തോഷം കാരണത്താൽ അവർ മദീനയിൽ മുഴുവൻ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. കേട്ടില്ലേ മുഹമ്മദിന്റെ ഭാര്യയും മറ്റേ ആളും തമ്മിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടക്കം പറഞ്ഞ് നാടൊട്ടാകെ ഈ വിഷം വിറ്റിച്ചു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസികൾക്കിടയിൽ ഫാഹിശത്ത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദുന്യാവിലും ആഖിറത്തിലും നോവേറിയ ശിക്ഷയുണ്ട്, പെയിൻഫുള്ളായ ശിക്ഷയുണ്ട്. കാരണം അലീം, അലമ് എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്, അലമ് വേദന. അലീം എന്ന് പറഞ്ഞാലോ പെയിൻഫുൾ, വളരെ കഠിനമായ വേദനയുള്ള ശിക്ഷയുണ്ട് എന്ന് പറയാൻ കാരണം അതാണ് ഈ അധ്യായത്തിൽ അത് കൊടുത്തത്. ഇനി നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരാൾക്കുണ്ടാകുന്ന ഒരപകടത്തിൽ ഒരാൾക്ക് രോഗമുണ്ടായി, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അയാൾക്ക് രോഗിയായി, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അയാൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ സന്തോഷിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിഷമം എന്താന്ന് കേട്ടോളൂ. അതാണ് ഹദീസ്. وعن واثلة بن الأسقع رضي الله عنه قال رسول الله صلى الله عليه وسلم لا تظهر الشماتة لأخيك فيرحمه الله ويبتليك. റവാഹു തിർമിദി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹദീസാണ്. ഇതിൻ്റെ പരമ്പരയിൽ ചില ചില്ലറ ദുർബലതകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മറ്റു ഹദീസുകളിൽ ഈ ആശയം വന്നിട്ടുള്ളതിനാൽ ഈ ഹദീസ് സ്വീകാര്യതയുടെ ഗണത്തിലാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇതിൻ്റെ ആശയം ശരിയാണ്. എന്താ ഇതിൽ പറയുന്നത്? ലാ തുൽഹിരി ശമാതത, നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. ലി അഖീക, നിന്റെ സഹോദരനുണ്ടായ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നീ സന്തോഷിക്കരുത്. ലാ തുൽഹിർ, ആ പ്രയോഗം ശ്രദ്ധിക്കണം. നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. സ്വാഭാവികമായിട്ടും എന്ത് നമ്മൾ മനസ്സിലാക്കണം? എനിക്കൊരാളോടൊരു വെറുപ്പും വിദ്വേഷവും പരസ്പരം വക്കാണും വഴക്കൊക്കെ ആയി ആകെ പ്രശ്നത്തിലായി തെറ്റി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് മാനുഷികമായിട്ട് നമ്മുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നൊരു തെറ്റല്ല. അതിന് അയാളെന്താ ഉത്തരവാദി? മനസ്സിൽ നിന്ന് വന്നു പോകില്ലേ? അത് അയാൾ തടഞ്ഞാൽ നിൽക്കൂല. അതേ അവസരത്തിൽ അത് പുറത്തേക്ക് പറയാനോ അതിൻ്റെ സംസാരം ഉണ്ടാകാനോ പാടില്ല. അപ്പം ഹറാമാകും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ വചനമോദി, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ എന്ന വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അതിനൊക്കെ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും എന്ന ഭാഗം വന്നപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്കൊക്കെ മനസ്സിൽ പലതും തോന്നാറുണ്ട്, അതിനൊക്കെ ശിക്ഷിക്കുമോ? നമുക്കിപ്പോൾ മനുഷ്യന്മാർക്ക് പലപ്പോഴും എന്തൊക്കെ മനസ്സിൽ തോന്നും. ചിലപ്പോൾ തോന്നൂലേ, എന്തിനപ്പം ഈ നിസ്കരിക്കണം? തോന്നുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ഇസ്ലാമും എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിക്കും. എന്നാൽ നമ്മൾ പറയുമ്പോൾ അല്ലാഹ് പേടി, എന്നാൽ മനസ്സിലിങ്ങനെ ഓരോന്ന് കടത്തി വിടുകയാണ് ശൈത്താൻ. ഇങ്ങനെ മനസ്സിൽ
മനുഷ്യന് തോന്നുന്ന തോന്നലുകൾക്ക് ശിക്ഷിക്കപ്പെടുമോ എന്ന് സഹാബത്ത് ചോദിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല. എൻ്റെ മനസ്സിൽ ഇന്നതേ കയറി വരാവൂ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് പുറത്തേക്ക് പറയരുത്. നിങ്ങൾക്ക് ആ തോന്നിയ ചീത്തയായ കാര്യമനുസരിച്ച് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം നിങ്ങൾ കുറ്റക്കാരാവില്ല. ഇതേപോലെ എനിക്ക് പകയും വിദ്വേഷവും ശത്രുതയും നിലനിൽക്കുന്ന ഒരാൾക്കൊരു അപകടമുണ്ടായി, അല്ലെങ്കിൽ അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടായി എന്ന് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു സന്തോഷം വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെ വരാം. യഥാർത്ഥ ഒരു മുഅ്മിൻ അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. പക്ഷേ എന്താ ചെയ്യാൻ, മനുഷ്യൻ്റെ മനസ്സല്ലേ. അങ്ങനെ വന്നു പോകുന്നൊരു തെറ്റാണോ? അല്ല. അതേ അവസരത്തിൽ അതിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാനോ മറ്റെന്തെങ്കിലും പറഞ്ഞ് രസിക്കുവാനോ പാടില്ല. അപ്പോൾ കുറ്റക്കാരനോ. അതാണ് ഇൽഹാറു ശമാത്തത്ത്. മനസ്സിലായോ? ഹദീസിലെ പ്രയോഗം എന്താണ്? ലാ തുദ്ഹിരി ശമാത്തത ലി അഖീക. നിന്റെ സഹോദരനുണ്ടായ പ്രയാസത്തിൽ നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. മനസ്സിലായില്ലേ? നീ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിക്കാറുണ്ട് എങ്ങനെയാണ്? അവന് കുത്തുന്ന വർത്താനം പറയാ, വേദനിപ്പിക്കുന്ന വർത്തമാനം പറയാ, അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം അവൻ്റെ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയാ. അതാണ് അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പ്രകടിപ്പിച്ചാൽ എന്താണാ പറയുന്നത്? അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. ഫയർഹമുല്ലാഹ്, അപ്പോൾ അല്ലാഹു ആ മനുഷ്യനോട് കരുണ ചെയ്തേക്കും. വയബ്തലിയക, സന്തോഷം പ്രകടിപ്പിച്ച നിന്നെ അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്തേക്കും. കണ്ടോ? അയാൾക്കുണ്ടായ ഏത് പ്രശ്നത്തിലാണ് നീ സന്തോഷിച്ചത് എങ്കിൽ അയാളുടെ പ്രശ്നം അല്ലാഹു നീക്കിയിട്ട് അത് നിനക്കിന് തരുന്നു. അയാൾക്കുണ്ടായ അതേ പ്രശ്നം പടച്ചോന് നിനക്കിന് തരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫയുആഫിയഹുല്ലാഹു, അല്ലാഹു അയാൾക്ക് ആഫിയത്ത് കൊടുത്തിട്ട് വയബ്തലിക, നിന്നോട് പരീക്ഷിക്കുന്നു, നിന്നെ അങ്ങോട്ട് പരീക്ഷിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തി നമ്മൾ ആ നിലക്കുള്ള പെരുമാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ തിരിഞ്ഞടിക്കും, തിരിച്ചടി ഉണ്ടാകും, ഭയപ്പെടണം എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരായ ഉത്തമ നൂറ്റാണ്ടിലെ പ്രമുഖരായിരുന്ന ആളുകളൊക്കെ ഒരുപാട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ അതിനെക്കുറിച്ച് അവർ എന്തെങ്കിലും പറയാൻ പോലും പേടിച്ചിരുന്നു എന്നാണ്. ഒരാൾ പറയുന്നുണ്ട് ഒരനുഭവം, ഞാൻ ഒരാളുടെ പല്ല് പോയതിന് ഞാൻ ഒരാളെ കളിയാക്കി. ഒരനുഭവം പറയുന്നുണ്ട്, ഒരാളുടെ പല്ല് പോയതിന് ഞാൻ ഒരാളെ പരിഹസിച്ചു. അധിക ദിവസം കഴിയുന്നതിൻ്റെ മുമ്പ് എൻ്റെ മുൻവരിയിലെ മുഴുവൻ പല്ലും പോയി, വീണ് പരിക്ക് പറ്റിയ ആളെ പല്ലൊക്കെ പോയി. ഇത് അനുഭവം പറയണം ഒരാൾ. ഇതൊക്കെ ചരിത്രത്തിൽ കാണാൻ നൂറുകണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ വരെ ഒരു മുസ്ലിമായൊരു മനുഷ്യനുണ്ടാകുന്ന ഏത് വിഷയമാവട്ടെ, ചിലപ്പോൾ തകരും, സാമ്പത്തിക തകർച്ചയായിരിക്കും, അല്ലെങ്കിൽ രോഗമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെയൊക്കെ പേരിൽ നമ്മളും അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് പകരം എരുതിയിൽ എണ്ണയൊഴിക്കുന്ന വിധത്തിൽ പരിഹസിക്കാനും അയാളെ കുത്തിനോവിക്കാനും തയ്യാറായാൽ അയാൾക്ക് അള്ളാഹു ശിഫ കൊടുത്ത്, അയാൾക്ക് അള്ളാഹു ആ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് അത് നിനക്കിങ്ങോട്ട് തിരിച്ചു തരും. പിന്നെ നീ അതിൻ്റെ പേരിൽ കാലാകാലം സങ്കടപ്പെട്ട് കഴിയേണ്ടി വരും. ഓർത്തോളണം, ഉഖൂബത്തുൻ, അത് ശിക്ഷയാണ്, ദുന്യാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രയാസത്തെ ഓർത്ത് സന്തോഷിക്കുന്ന മനസ്സൊരിക്കലും ഒരു മുഅ്മിനിന് ഉണ്ടായിക്കൂടാ. അതാണ് പറയുന്നത്. വഫിൽ ബാബി ഹദീസു അബീ ഹുറൈറ, ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാം. അത് അസ്സാബിഖു ഫീ ബാബി തജസ്സുസി, തജസ്സുസിന്റെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഹദീസാണ്. ഏതാണ് ഹദീസ്? കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ. ഒരു മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം ആദരിക്കേണ്ടവരാണ്. എന്തൊക്കെ ആദരിക്കണം? ദമുഹു വമാലുഹു വഇർളുഹു, ഒരാളുടെ രക്തം പവിത്രമാണ്, ഒരാളുടെ സമ്പത്ത് പവിത്രമാണ്, ഒരാളുടെ അഭിമാനം പവിത്രമാണ്. ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ് അയാൾക്കുണ്ടാകുന്ന അപകടത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. അത് അയാളെ വില കുറച്ച് കാണിക്കലാണ്. അതുണ്ടാകാൻ പാടില്ല. എല്ലാ നിലക്കും അപ്പോൾ ശമാത്തത്ത് ഹറാമാണ്. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മറ്റൊരാൾക്കുണ്ടാകുന്ന ആപത്തിൽ സന്തോഷിക്കണ്ട. സാധാരണ നമ്മുടെ നാട്ടിലൊരു പ്രയോഗം പറയാറുണ്ട്, പഴുത്ത പ്ലാവിൽ നിന്ന് പഴുത്ത ഉണങ്ങിയ ഇല വീഴുന്നത് കണ്ടിട്ട് പച്ച ഇല സന്തോഷിക്കണ്ട. നീയും എവിടേക്കന്നെ പോകുന്നത്? നീയും പഴുത്ത് പാകമായി ഉണങ്ങി നീയും താഴെ വീഴും. മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രശ്നത്തിലാണ് ഷാറായിട്ടുണ്ട്, അവൻ അങ്ങനെ വേണം, കിട്ടണം, അവനിക്കങ്ങനെ കിട്ടണം, അവൾക്കങ്ങനെ എന്നുള്ളൊരു മനസ്സുണ്ടായാൽ അധിക കാലം കഴിയേണ്ടി വരില്ല. അവരൊക്കെ അതിൽ നിന്ന് മോചിതരായി രക്ഷപ്പെട്ടേക്കും. ആ സ്ഥാനത്ത് പിന്നെ നീ വരും. നിനക്കതേ കാര്യങ്ങൾ നിന്നിലേക്ക് തിരിച്ചടിക്കും. സൂക്ഷിച്ചോളണം. ഇത് ദുന്യാവിൻ്റെ ശിക്ഷയാണ്. ആഖിറത്തിൽ വേറെ ഉണ്ടാവും. ഇത് ദുന്യാവിലെ ഉഖൂബത്താണ്. ആഖിറത്തിൽ വേറെയും വരും. തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
അപ്പോൾ അതാണ് ശമാത്തത്ത്. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ എനിക്കുണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മറന്നു പോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഅ വദറകിൽ ശഖാഅ വസൂഇൽ ഖദാഅ വശമാതത്തിൽ അഅദാഅ. എല്ലാ നിരക്കുമുള്ള ബലാ, മുസീബത്ത്, ആപത്ത് അതൊക്കെ എനിക്ക് വരാതെ നോക്കണമെന്നും അങ്ങനെ ഉണ്ടായിട്ട് ശത്രുക്കൾ സന്തോഷിക്കാവുന്ന ഒരവസ്ഥ എനിക്കോ എൻ്റെ കുടുംബത്തിലോ ഒന്നും വരാതെ റബ്ബേ നിന്റെ കാവലുണ്ടാകണേ എന്ന മനമുരുകിയുള്ള തേട്ടം അത് നബി തങ്ങൾ കൽപ്പിച്ചതുമാണ്, പഠിപ്പിച്ചതുമാണ്. ഇത് നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുക. അടുത്ത അധ്യായം ബാബു തഹരീമി ത്വഅനി ഫിൽ അൻസാബി സാബിതതി ഫി ളാഹിരി ശർഈ. അതെന്താ വിഷയം? തഹരീമു ത്വഅനി ഫിൽ അൻസാബി, തറവാടിൻ്റെ പേര് പറഞ്ഞ് കുത്തിപ്പറയാൻ ഹറാമാണ്. ഹറാമാണ്. എന്ത്? അത്വഅനു, കുത്തിപ്പറയാൻ, കുത്തുവാക്ക് പറയാൻ. എന്തിനെക്കുറിച്ച്? ഫിൽ അൻസാബി സാബിത, ഒരാളുടെ സ്ഥിരപ്പെട്ട കുടുംബ ബന്ധത്തെ തറവാടിൻ്റെ പേര് പറഞ്ഞ് ഫി ളാഹിരി ശർഈ, ശർഈൻ്റെ ളാഹിറിൽ സ്ഥിരപ്പെട്ടതാണ്. അയാൾ ഇന്ന കബീലക്കാരനാണ്, അയാൾ ഇന്ന ഗോത്രക്കാരനാണ്, അയാൾ ഇന്ന തറവാട്ടുകാരനാണ്, അയാൾ ഇന്ന ബാപ്പയുടെ മോനാണ്, അയാൾ ഇന്ന വെല്ലിപ്പയുടെ പേരക്കുട്ടിയാണ്, അറിയപ്പെട്ടതാണ്, ശർഈയായ നിലക്ക് അറിയപ്പെട്ടതാണ്. എന്നിട്ട് പിന്നെ അതിൽ സംശയം പറയാം, അയാളുടെ നെസബ് ചോദ്യം ചെയ്യാം, അയാളുടെ തറവാടിനെ കുത്തി പറയാം. അതും ജാഹിലിയത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് നിലനിന്നിരുന്നതാണ്. ഇപ്പം നാട്ടിലത് കുറേയൊക്കെ കുറഞ്ഞു. നമ്മുടെ നാട്ടിലും വല്ലാതെ ഉണ്ടായിരുന്നു ഈ തറവാടിത്തത്തിൻ്റെ പേരിൽ വല്ലാത്തൊരു ഫഹ്ർ. അൽ ഫഹ്റു ബിൽ അൻസാബി, തറവാടിത്തത്തിൻ്റെ പേരിൽ വല്ലാത്തൊരു മേനി പറച്ചിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ചില തറവാട്ടുകാരിൽ നിന്ന് പെണ്ണെടുക്കില്ല, കൊടുക്കില്ല. ഇന്നുണ്ടങ്ങനെ ആഠ്യത്വ മനസ്സുള്ള, അതുപോലെ തന്നെ മേധാവിത്വ മനസ്സുള്ള, സവർണ മനസ്സുള്ള ചില മാപ്പിളമാരിന്ന് മുസ്ലിം കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട്. അവരുടെ പെൺമക്കളെ വേറെ ചില തറവാട്ടിൽ കൊടുക്കില്ല, ചില തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പെണ്ണെടുക്കില്ല. വളരെ മോശമായി കാണുന്ന ഒരവസ്ഥ. ലക്ഷദ്വീപിലൊക്കെ പോയി നോക്കിയാൽ തൊഴിലിൻ്റെ പേരിൽ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം എടുക്കും, കൊടുക്കില്ല. തെങ്ങ് കയറ്റ തൊഴിലാളികളായ മുസ്ലിമീങ്ങളാണ് എല്ലാവരും. അവിടെ ലക്ഷദ്വീപിൽ മുഴുവനും മുസ്ലിമീങ്ങളാണ്. അവിടെയുള്ള ആ പ്രദേശത്ത് നമുക്ക് പലപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരമാണ് തെങ്ങ് കയറ്റ തൊഴിലാളികളായ ആളുകളും അല്ലാത്ത ആളുകളും. കോയമാര് വേറൊരു കൂട്ടം പരസ്പരം പെണ്ണു കൊടുക്കൂല. ജാതീയത ഇസ്ലാമിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഇടങ്ങളുണ്ട്. തറവാടിത്തത്തിൻ്റെ പേരിൽ നിങ്ങൾ ഫഹ്ർ നടിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്താണോ തറവാടിൻ്റെ പ്രത്യേകതയുള്ളത്? തഖ്വയില്ലെങ്കിൽ എന്ത് തറവാട്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പടച്ചറബിനെ ഭയപ്പെട്ട് ആരാണോ ജീവിക്കുന്നത് അവനാണ്. അല്ലാതെ തൊലിയുടെ വെളുപ്പോ കറുപ്പോ പ്രശ്നമല്ല. തറവാട് ഏത് എന്നുള്ളത് വിഷയമല്ല. ഏത് തറവാട്ടുകാരനായി എന്നിട്ടെന്താ കാര്യം? ഖുറൈശ് ഗോത്രത്തിലെ അബൂലഹബ് എന്തേ കാര്യം ഉണ്ടായി? വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു കാര്യമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ യാതൊരു രൂപത്തിലുള്ള രക്ഷയുമില്ല. അപ്പം ഇങ്ങനെ തറവാടിൻ്റെ പേരിൽ പരസ്പരം അന്ന് അറബികളൊക്കെ ഒരു തറവാട്ടുകാരൻ മറ്റേ തറവാട്ടിനെ കുത്തിപ്പറഞ്ഞുകൊണ്ട് കവിതകളുണ്ടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ തറവാടിൻ്റെ പേര് പറഞ്ഞ് കുത്തി നോവിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് കുഫിരിയത്താണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ നോക്കൂ, അവിടെയും തെളിവായിട്ട് പറയുന്നത് എന്താണ്? സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ ആയത്താണ്. ഏതാണ് ആ സൂക്തം? വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീനാ. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ ശല്യം ചെയ്യുന്നവർ, വൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളെയും, യുഅ്ദൂന, ശല്യപ്പെടുത്തുന്നവർ, ബിഗൈരി മക്തസബൂ, അവർ ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ ശല്യപ്പെടുത്തുന്നവർ, ഫഖദ് ഇഹ്തമലൂ, അവർ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ബുഹ്താന, കള്ളമായ ആരോപണങ്ങളെയും, വ ഇസ്മൻ മുബീന, വ്യക്തമായ കുറ്റവുമാണ് അവർ പേറി നടക്കുന്നത്. നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് ഈ ആയത്ത്. എന്താ അത് ഈ അധ്യായമായിട്ടുള്ള ബന്ധം? ഒരു മോമിനായ മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, അയാളുടെ തറവാടിത്തത്തിനെ കുത്തി നോവിച്ച് സംസാരിക്കുക എന്നുള്ളത് അവരെ ശല്യപ്പെടുത്തലാണ്. അവരതിന് ഉത്തരവാദികളല്ല. അവരെ ഏത് തറവാട്ടിൽ പറന്നു, ഏത് കബീലയിൽ പറന്നു, അവർക്കതിലെന്താ പങ്ക്? അതിൻ്റെ പേരിൽ അവരെ കുത്തി നോവിക്കുക, കുത്തുവാക്ക് പറയുക. ഇന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഓരോ തറവാടിൻ്റെ പേര് പറഞ്ഞിട്ട് വരും. അവരൊക്കെ എന്തിനാ കൊള്ളുക? അവർക്കൊക്കെ വല്ല മാന്യതയുണ്ടോ? നാലാളെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുമോ? അവിടുത്തെ ആൾക്കാരെ അവരായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവരൊക്കെ ഏതെങ്കിലും ഒരു ഇടപാടിന് കൊള്ളുമോ? അവരൊക്കെ കഥ എന്താ നിങ്ങൾക്കറിയോ? അവരൊക്കെ ചരിത്രം ഞങ്ങൾക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയും ഓരോ നാട്ടിൽ. ചില തറവാട്ടുകാരെ കുറിച്ച്, ചില കുടുംബങ്ങളെക്കുറിച്ച്, ചില ഫാമിലി നെയിമുകൾ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കുത്തിപ്പറയും. കടുത്ത ജാഹിലിയത്ത്, തനിച്ച ഹറാമ്. ആ കുടുംബത്തിലെ മെമ്പർക്കുണ്ടാകുന്ന മനസ്സിൻ്റെ വേദന എത്രത്തോളമായിരിക്കും? എവിടെ ഇറങ്ങിയാലും തൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുത്തിപ്പറയുന്ന ആളുകളെ കണ്ടാൽ, അയാളുടെ തറവാടിൻ്റെ പേര് പറഞ്ഞിങ്ങനെ എടുത്ത് പരിഹസിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടാൽ, അത് അയാളെ ശല്യപ്പെടുത്തലല്ലേ?
അതുകൊണ്ട് അത്തരക്കാർ വൻ പാപമാണ് പേറി നടക്കുന്നത് എന്നാണ് ഖുർആനിന്റെ ഈ വചനം എടുത്ത് ഇതിന് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമുക്ക് മെസ്സേജായി നൽകുന്നത്. ഇനി അതിലെ ഹദീസ് നോക്കൂ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫ്റുൻ അത്ത്അനു ഫിന്നസബി വന്നിയാഹതു അലൽ മയ്യിതി റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് എന്താ പറഞ്ഞത്? ഇസ്നതാനി രണ്ട് കാര്യങ്ങൾ, ഇസ്നതാനി രണ്ട് കാര്യങ്ങൾ, ഫിന്നാസി ജനങ്ങളിലുള്ള രണ്ട് കാര്യങ്ങൾ, ഹുമാ ആ രണ്ട് കാര്യങ്ങളും ബിഹിം ആ ജനങ്ങളിൽ കുഫറുൻ അത് കുഫറാണ്, അത് അവർ കാഫറായി പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കണം. കാഫിറായി പോകാൻ മാത്രം മനുഷ്യനെ ആണ്ട് എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ജനങ്ങളിൽ. വിഷയത്തിൻ്റെ ഗൗരവം പറയാനാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമല്ലാതിരുന്നിട്ട് കൂടി അതിനെ എന്തു പ്രയോഗിച്ചത്? കുഫുറുൻ എന്ന് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ സാങ്കേതികമായ പ്രയോഗങ്ങളിൽ കുഫുറുൻ ദൂന കുഫിരിൻ എന്നൊരു പ്രയോഗം കാണാം. എന്താണ്? കുഫുറുൻ ദൂന കുഫിരിൻ. കുഫറാണ് എന്നാ കുഫറല്ല. കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് ഒരാളാണ് പുറത്തു പോലാണ്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാൽ പോയ പോലെയാണ്. വിഷയം അത്ര ഗൗരവമാണ്. നാളെ പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. അപ്പം അത് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാനാണ്. ചില ഹദീസുകൾ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. സിബാബുൽ മുസ്ലിമി ഒരു മുസ്ലിമിനെ ശകാരിക്കൽ, ചീത്ത പറയൽ, ഫുസൂഖുൻ തെമ്മാടിത്തമാണ്, വഖിതാലുഹു അവനോട് യുദ്ധം ചെയ്യൽ കുഫ്റുൻ അത് കുഫ്റുമാണ്. അപ്പോൾ ഒരു മുസ്ലിം രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം യുദ്ധം ചെയ്താൽ യുദ്ധം ചെയ്ത മുസ്ലിം കാഫറാകുമോ? കാഫറാകുമോ? ഇസ്ലാം എന്ന് പുറത്തു പോകുമോ? പുറത്തു പോകില്ല. പിന്നെന്താ അവിടെ കുഫ്ർ എന്ന് പ്രയോഗിച്ചത്? വിഷയത്തിൻ്റെ ഗൗരവം പഠിപ്പിക്കാൻ. കുഫറാവൂല എന്നതിലുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ എന്താ പറഞ്ഞത്? രണ്ട് വിഭാഗം, വൈൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ, സത്യവിശ്വാസികളിലെ രണ്ട് ടീം പരസ്പരം പോരാടുമ്പോൾ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. അപ്പൊ രണ്ട് കൂട്ടരെയും ആരാന്നാ ഖുർആൻ പറഞ്ഞത്? മുഅ്മിൻ എന്നാ പറഞ്ഞത്. എന്നാൽ അവർ ചെയ്യുന്ന കാര്യം ഭയങ്കര തെറ്റുമാണ്. അതുകൊണ്ട് അത് കുഫറിലേക്ക് എത്തുന്ന കാര്യമാണ്. വിഷയ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ കുഫർ എന്ന് പ്രയോഗിച്ചത്. വേറെയും ഉദാഹരണം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടത്. സഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ട്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യക്ഫുർന, അവർ നിഷേധികളാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ നിഷേധിക്കുന്നുണ്ടോ? അവർ കാഫിറുകളായിട്ടുണ്ടോ നബിയെ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യക്ഫുർനൽ അശായിറ, അവർ കുടുംബബന്ധത്തിൽ നന്ദികേട് കാണിക്കുന്നവരാണ്. കുഫറോളം എത്തുന്ന വലിയ കാര്യമാണ്. ഭർത്താവിൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയൊക്കെ ഒരൊറ്റ ഘട്ടത്തിൽ ആവശ്യപ്പെട്ട ഒരാവശ്യം നിവർത്തിക്കാതെ ഭർത്താവ് മാറി നിന്നാൽ, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് ഇന്ന് വരെ ഒരു നന്മ നിങ്ങളിൽ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറയുന്ന പെണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഗൗരവമുള്ള വാക്കാണത്! ജീവിതത്തിൽ തന്നെ കൊണ്ടാകുന്നതൊക്കെ ഒരു ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലവനായ ഭർത്താവ്, ഒരിക്കൽ അവൾ ആവശ്യപ്പെട്ടത് എന്തോ അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, സാമ്പത്തികമായി പ്രയാസം കൊണ്ടോ പല കാരണങ്ങളാലാവാം. അപ്പോൾ ഈ പെണ്ണ് പറയാണ്, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഇന്ന് വരെ നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു നന്മ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പെണ്ണ്, നരകത്തിൽ ഞാൻ അവരെയാണ് കൂടുതൽ കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പ്രയോഗിച്ചത് എന്താണ്? യക്ഫുർനൽ അശീറ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാഫിറാകുക എന്നുള്ള അർത്ഥത്തിലല്ല, വിഷയത്തിൻ്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത്ര ഗുരുതരമായ കാര്യമാണ് ഇതും എന്ന്. എന്ത്? രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലുണ്ട്, അത് കുഫറാണ്. ഒന്ന് അത്ത്അനു ഫിന്നസബി, തറവാടിൻ്റെ പേരിൽ കുത്തിപ്പറയൽ. ത്വഅന് എന്ന് പറഞ്ഞാൽ കുത്തിപ്പറയുക, ഫിന്നസബ് നസബ് തറവാട്, കുടുംബത്തിൻ്റെ പേരിൽ കുത്തിപ്പറയുക, അത് കുഫർ ആണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ ഹറാമായ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? വന്നിയാഹത്തു അലൽ മയ്യിത്തി, മയ്യത്തിൻ്റെ പേരിൽ വാവിട്ട് നിലവിളിക്കുക. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ സാധാ കരച്ചിലല്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സന്തപ്ത കുടുംബങ്ങൾ ദുഃഖിക്കും, കരയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കരഞ്ഞില്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞില്ലേ? രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകയാണ്. പൊന്നുമോൻ്റെ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി മരിച്ചപ്പോഴും മകളെ കുട്ടി മരിച്ചപ്പോഴും ഒക്കെ അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞു. സഹാബത്ത് ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങളും കരയാണോ? അങ്ങനെ കരയാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? റസൂൽ പറഞ്ഞു, സങ്കടപ്പെടും, മനസ്സ് സങ്കടപ്പെടും, കാരുണ്യമുള്ള ഹൃദയത്തിൽ കണ്ണിനീര് വരും, പക്ഷേ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതൊന്നും ഈ നാവ് കൊണ്ട് പറയൂല.
അപ്പോൾ സ്വാഭാവികമാണ് ദുഃഖം ഉണ്ടാവുമ്പോൾ കരയും. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ ആ കരച്ചിലല്ല, അത് മയ്യത്തിൻ്റെ ഗുണഗണങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം കൂട്ടക്കരച്ചിലാണ്. അതാണ് നിയാഹത്ത്. അറബികളുടെ കാലത്ത്, മുത്ത മുസ്തഫ ഇത് പറയുന്ന കാലത്ത് അറേബ്യൻ സംസ്കാരത്തിലുണ്ടായിരുന്നു, ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചാൽ ഒരാളെ കൂലിക്ക് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെ ശമ്പളം കൊടുത്ത് കൂലി കൊടുത്തിട്ട് നിർത്തും. എന്തിന്? ഇയാളുടെ ഗുണഗണങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങാടി കൂടി നടന്ന് അങ്ങനെ കരയാൻ. ഇയാൾ മരിച്ചോ, അങ്ങനെ താളിരുന്നോ, അങ്ങനെ താളിരുന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചത്തടിക്കും. പെണ്ണുങ്ങൾ മുടിയൊക്കെ അഴിച്ചിട്ടാടും, വസ്ത്രം പിച്ച് കീറും. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ അതിനുവേണ്ടി അവർ തയ്യാറാക്കും. അങ്ങനെ കരയാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. മരിച്ചാൽ ആ മരിച്ച ആളുടെ പവർ പ്രകടിപ്പിക്കൽ അങ്ങനെയായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രത്തിൻ്റെ പവർ കാണിക്കൽ കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ടാണ്ട് പറയിപ്പിക്കും. ഇയാളുടെ ഗുണങ്ങൾ പറഞ്ഞ് മാറത്തടിച്ച് അങ്ങാടിയിലൂടെയൊക്കെ വിളിച്ച് പറഞ്ഞ് നിലവിളിച്ച് അങ്ങനെ നടക്കാൻ മാത്രം ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു വരുത്തും, വീട്ടിലും അങ്ങാടിയിലൊക്കെ. അതാണ് നിയാഹത്ത്. അവർ മാറത്തടിക്കും. ഷഖുൽ ജയൂബ്, അവരുടെ വസ്ത്രങ്ങൾ പിച്ചിക്കൂറും, അതുപോലെ തന്നെ മുടിയഴിച്ചാടും, വാവിട്ട് നിലവിളിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ അവർ ഒരു വായ കൊണ്ടൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും, ഒരു കൂക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യേകമായ ശൂളം വിളി ഉണ്ടാക്കും. ഇതൊക്കെ മരണവീട്ടിൽ അവർ ചെയ്യും. ഇത് പാടില്ല. ഇസ്ലാം പറഞ്ഞു ഇത് നിയാഹത്ത്. ഇത് വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, മരണപ്പെട്ട വീട്ടിൽ അന്ന് സദ്യ ഉണ്ടാക്കി ആളുകളെ അവിടേക്ക് ഒരുമിച്ച് കൂട്ടലും അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയ ഈ നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത്. സഹാബത്ത് പറയാണ്. മഹാനായ ജരീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കുന്നാ നറൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിതി വസുൻഅതി ത്വആമി മിനൻ നിയാഹ. ഞങ്ങൾ കണക്കാക്കിയിരുന്നു എന്ത്? ഒരു മരണം നടന്നാൽ ആ വീട്ടിലേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക, എന്നിട്ട് അവിടെ എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സദ്യ, മരണദിനത്തിൽ ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് കൂടുന്ന പരിപാടിയെ അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ച നിയാഹത്തിൽ ഞങ്ങൾ എണ്ണിയിരുന്നു. അതുകൊണ്ട് മരണവീട്ടിൽ മരണസദ്യ അത് ഇസ്ലാമിലില്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മരിച്ച അന്നം മറമാടികൊണ്ട് വന്നാൽ തന്നെ വമ്പിച്ച സദ്യയാണ്. മയ്യത്ത് ഖബറിലടക്കി എല്ലാവരും വീട്ടുകാരൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞാൽ തന്നെ അന്ന് അവിടെ പിന്നെ പന്തലൊക്കെ കെട്ടി അന്ന് തന്നെ ഒരു സദ്യ, 1-ാം ദിവസത്തെ സദ്യ. പിന്നെ അത് കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കണ്ണോക്ക്. ചില നാട്ടുകളിൽ കണ്ണോക്ക് എന്ന് പറയും. 3-ാം ദിവസം ചിലർ മൂന്നോട് എന്ന് പറയും. അങ്ങനെ തഅസിയത്തിന് വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ അന്നൊരു സ്പെഷ്യൽ ഭക്ഷണമാണ് ഉണ്ടാക്കുക. ഒരു പായസവും പ്രത്യേകിച്ചൊരു രൂപത്തിലുള്ള മധുരം കേണ് കൊടുക്കുക. 7-ാം നാളിൽ വേറൊന്ന് സദ്യ, 14-ന് മറ്റൊന്ന്, 40-ന് മറ്റൊന്ന്, ആണ്ടിന് മറ്റൊന്ന്. ഇതിൻ്റെയൊക്കെ പേരിൽ മരണസദ്യകൾ ഉണ്ടാക്കും. മരണവീട്ടിൽ അന്നത്തെ ദിവസം ആളുകളെ വിളിച്ചുകൂട്ടി സദ്യ കൊടുക്കുന്ന ഏർപ്പാടിനെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഈ കൂട്ടക്കരച്ചിലിൻ്റെ ഇനത്തിലാണ് പെടുത്തിയിരുന്നത് എന്നാണ് സഹാബത്ത് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മളത് വീടുകളിൽ ചെയ്യാത്തതിൻ്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് കേൾക്കുന്നത്. ഇന്നിപ്പോൾ മരണ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ചര്യ നേരെ മറിച്ചല്ലേ. സാധാരണ ശരിക്കും എന്താ വേണ്ടത്? മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി, യുദ്ധത്തിൽ ഷഹീദായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ അയൽക്കാരോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറയാണ്, ഇസ്നഉ ലി ആലി ജഅഫർ തആമ, നിങ്ങൾ ജഅഫറിൻ്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. കാരണം ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും മൂഡിലല്ല അവർ ഇന്നത്തെ ദിവസം. വല്ലാത്ത ദുഃഖത്തിലാണവർ. അതുകൊണ്ട് സന്തപ്ത കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലക്ക് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. മരിച്ച വീട്ടിലെ അംഗങ്ങൾക്ക് മറ്റുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവരെ തിന്നാൻ പ്രേരിപ്പിക്കണം. അന്ന് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കൂല. ബന്ധപ്പെട്ട ബാപ്പ മരിച്ചിരിക്കുന്നു, ഉമ്മ മരിച്ചിരിക്കുന്നു, ഭർത്താവ് മരിച്ചിരിക്കുന്നു, ഭാര്യ മരിച്ചിരിക്കുന്നു, മക്കൾ മരണപ്പെട്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കാനൊന്നും തോന്നൂല. അപ്പം അയൽക്കാരുടെയും മറ്റു ബന്ധപ്പെട്ടവരുടെയും കടമയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെ എവിടേക്കെങ്കിലും വിളിച്ചിട്ടോ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ കഴിക്കും, നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് തീറ്റിപ്പിക്കണം എന്നുവരെ ഈ ഹദീസ് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മരണം നടന്ന ഭവനമിൽ നിന്ന് ഭക്ഷണം കഴിക്കല്ല, അവിടുത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുകയാണ് പ്രവാചക ചര്യ. അത് നേരെ കീഴ്മേൽ മറിഞ്ഞു. ഇന്നിപ്പോൾ ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തമായി വലിയ സദ്യ ഉണ്ടാക്കണം. സദ്യ ഉണ്ടാക്കിയില്ലെങ്കിലോ ഭയങ്കര കുറ്റം അയാളെ ഏറ്റെടുക്കേണ്ടി വരും. പിശുക്കനാണ് എന്ന് പറയും. കണ്ടോ, അയാളൊരു ചോറുണ്ടാക്കാൻ പോലും അയാളെ മനസ്സില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സമൂഹത്തിൽ കാര്യങ്ങൾ നേരെ കീഴ്മേൽ മറിയുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. സുന്നത്തുകളുടെ സ്ഥാനത്ത് ബിദ്അത്തുകൾ കടന്നു വരുന്നു. യഥാർത്ഥമായ ചര്യകൾ അവിടെ നിന്ന് മാറ്റപ്പെടുന്നു. ഇന്നിപ്പോൾ ഏത് വീട്ടിലാതില്ലാത്തത്? ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു മരണവീടിൻ്റെ സമീപത്തു കൂടെ നടന്നു പോകുകയാണെങ്കിൽ അയാൾ വിചാരിക്കും ഈ വീട്ടിൽ എന്തോ വലിയ ആഘോഷമാണെന്ന്. മരിച്ചു എന്നൊന്നും അയാൾക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന ബഹളം. ചോറ് വേണ്ടേ, ചോറിട്ടോളിന്ന് സാധനം ഉണ്ടായി,
കഴിച്ചോളി, അവിടെ പപ്പടം വേണോ, ഇവിടെ കറി വേണോ, അവിടെ വെള്ളം കൊടുക്ക്, ഇവിടെ ചായ കൊടുക്ക്. ഈ വർത്താനം ഇങ്ങനെ കേൾക്കുക. കുറേ ആളുകൾ ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാന്നം ഭക്ഷിക്കുക, പന്തലൊക്കെ ഇട്ടിരുന്നിട്ട് ചെയറും ടേബിളൊക്കെ ഇരുന്ന് ആളുകൾ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ഒരു പരദേശി ആ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അയാൾ വിചാരിക്കും ഇവിടെ നിന്നെന്തോ ഒരു കല്യാണ നിശ്ചയമോ എന്തോ ഉണ്ട്. ആ രൂപത്തിൽ മരണ വീടുകളായി പോയി ഇന്നത്തെ കാലം. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ്. സ്വഹാബത്ത് പറയുന്നില്ലേ ഞങ്ങളത് ചെയ്യാറില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക വേണ്ടത്, അവരുടേത് പോയി നിങ്ങൾ കഴിച്ച് ചാടുകയല്ല വേണ്ടത്. നിങ്ങൾ ജാഫറിൻ്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ. അത് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കടമയാണ്. അല്ലാതെ ആ യതീം മക്കളുടെ ചിലപ്പോൾ അവരുടെ മുതലെടുത്തിട്ട് ആണ് അവരവിടെ സദ്യ ഉണ്ടാക്കുക. ഞാൻ അന്ന് തീരൂല. ഞാൻ പറയല്ലേ, അന്ന് മുതൽ 40 ദിവസമാണ് ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പോൾ കുറച്ച് കൂടിയത്. ഇപ്പം ഞാൻ അടുത്ത ദിവസം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് പറന്നു നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു മഹലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ലീക്കായതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നതോടുകൂടി ഇന്നൊരു മരണം അറിയിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ എന്താ പണിയെന്നറിയോ? ഒരാൾ മരിച്ചാൽ അതാണ് വിവരം അറിയിക്കും. വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കടമാണെന്നറിയോ? വീട്ടുകാർ ക്ഷണിക്കൊന്നും വേണ്ട, ആ വീട്ടിലേക്ക് എല്ലാവരും കൂടിയാണ് പോകലാണ്. അന്ന് പോകും, പിറ്റേന്ന് പോകും, 40 ദിവസം പോകും. ഇവിടെ എല്ലാവരും പോയിട്ട് ദ്വാരക്കുക, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റില്ല, യാസീൻ ഓതുക, ഓരോടെ ഇങ്ങനെ ഇരിക്കും. ചോറ് കൊടുക്കണം. അത് ഈ പരക്കാരൻ്റെ കടമയാണ്. എന്നിട്ട് അതിലൊരാൾ പറയണേ ഞങ്ങളെ കൊണ്ട് പറ്റൂല, 2 ലക്ഷം ഇപ്പം കഴിഞ്ഞു എന്ന്. 7 ദിവസമായിട്ടേ ഉള്ളൂ, 2 ലക്ഷം ഞങ്ങളത് കഴിഞ്ഞു, ഇനി എവിടെ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്? ഈ പരിപാടി നിങ്ങളൊന്ന് നിർത്തൂ എന്ന് ഒരു സാധാരണക്കാരൻ ആ ഗ്രൂപ്പിൽ പറയുമ്പോൾ ഒരു മുസ്ലിയാർ പറയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതിനി മുന്നോട്ട് പോകാൻ പറ്റൂല. ഇതൊരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു മെസ്സേജാണിത്. പല മഹല്ലുകളിലും ഇത് നടക്കുകയാണ്. മരണം അറിയിക്കാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്. ആ വിവരം കിട്ടിയപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. ഒരാൾ മരിച്ചു എന്ന് കേട്ടു, ഇന്നാലിന്ന കുഞ്ഞഹമ്മദ്, ഇന്നാലിന്ന ഖദീജ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു, പേരും ഊരൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഞാൻ നാളെ തുണിപ്പായം മാറ്റി ആളെ വരിൽക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനൊരു യാസീനോരും ഒരു അൽഫാത്തിയെ വിളിക്കും, ആണോടെ ഇരിക്കും. എന്താ അവിടുത്തെ ചടങ്ങെന്താ? ഞാൻ വെറുതെ ഇരുന്ന് പോരുമൊന്നുമല്ല, അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എനിക്ക് ഏത് സമയത്താണ് ഞാൻ ചെന്നത് ആ സമയത്തുള്ള ഫുഡ് വേണം. ഞാൻ രാവിലെയാണോ ചെന്നത് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഉച്ചക്കാണോ എനിക്ക് പോകാൻ തോന്നിയത് അവിടെ എനിക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം വേണം. രാത്രിയാണോ ഞാൻ പോകുന്നത് രാത്രി ഫുഡ് വേണം. 4 മണിക്കാണോ പോകുന്നത് 4 മണിക്കുള്ള സ്നാക്സും ചായയൊക്കെ എനിക്ക് വേണം. ഇത് ഉണ്ടാക്കി ഞങ്ങൾ കുടുങ്ങിയെന്ന് ആ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞത്, മറ്റേ ആളോട് സങ്കടം പറഞ്ഞത്. ഇത് നമ്മുടെ കേരളത്തിലെ, ഞാൻ സ്ഥലമൊന്നും ഞാൻ പറയില്ല, മഹല്ലും പറയില്ല, ഒരു ജില്ലയിൽ നടക്കുന്ന കാര്യം, അവിടുത്തെ സങ്കടം അവർ പരസ്പരം പങ്കുവെച്ചതാ. ഇതാണ് സമൂഹം. ഇത് ചെയ്യാതെയായാൽ അവൻ പുത്തംവാദി, മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവൻ എന്ന പേര് കിട്ടും എന്ന് പേടിച്ചിട്ട് സാധുക്കൾ ഇത് ചെയ്യണ്. നാട്ടുകാർ പറയില്ലേ ഇതെങ്ങനെ, എന്താ നീ ചെയ്യേണ്ടത്? കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യേണ്ടി വരികയാണ്. ആൾ നീറ്റ് പോണ്ടേ? നമ്മളെ പരിയിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഫാത്തിയ ഓതി നിൽക്കുമെങ്കിൽ യാസീനൊക്കെ ഓതി അൽഫാത്തിയെ വിളിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. കിട്ടാതെ മൂപ്പര് പോവില്ല. ഇതുകൊണ്ട് കുടുങ്ങിയ എത്ര ആളുകളുണ്ട്. ഒരു പക്ഷേ ഞാനീ കേട്ട വോയിസ് ഈ കൂട്ടത്തിൽ ഇപ്പോൾ ആരോ കേട്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലായിരിക്കാം. അപ്പം ഇത് പല നാടുകളുടെയും അവസ്ഥയാണ്. സഹോദരങ്ങളെ, ഇത് നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത്. അള്ളാഹിൻ്റെ റസൂല് വിലക്കിയ ആ നിയാഹത്തിലാണ് ഞങ്ങൾ അതിനെ കണക്കാക്കിയിരുന്നത് എന്നുവരെ സ്വഹാബത്ത് അവരുടെ കൃത്യമായ നിലപാട് വിവരിച്ചു തന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതും ഇതിനോട് ചേർത്ത്, ഇപ്പം ഈ അധ്യായത്തിന് ബന്ധമല്ല, ആ ഹദീസിൽ അതിൻ്റെ ഒരു പാർട്ട് കുടുംബത്തെ തറവാടിൻ്റെ പേരിൽ കുത്തിപ്പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ 2ാം പാർട്ടായി പറഞ്ഞൊരു ഭാഗം വിവരിക്കുന്നിടത്താണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇപ്പം നിയാഹത്തു അലൽ മയ്യിത്തി, അതും കുഫറോളം ഉള്ള ഒരു കാര്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം മരിച്ചത് വിളിച്ചു പറയുന്നതിനെക്കുറിച്ച് പോലും പണ്ഡിതന്മാർ അത് വിരോധിക്കപ്പെട്ട കാര്യമാണോ അല്ലേ എന്ന് ചർച്ച ഉണ്ട്. എന്നാൽ അത് ഒരു മരണവാർത്ത അറിയിക്കുന്നത് തകരാറില്ല, ജനാസക്ക് കൂടുതൽ ആളുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ഉദ്ദേശാർത്ഥം തകരാറൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തി അതൊരു ചടങ്ങായിട്ട് വളരെ സങ്കടത്തോടെ അറിയിക്കുന്നു. പറയണവനൊരു സങ്കടം ഉണ്ടാവില്ല, ഓൻ കൂലിക്കാരനായിരിക്കും. ഒരു അനൗൺസ്മെൻറ്റിന് ഒരാളെ വിളിച്ചിട്ട് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, അയാൾക്കൊരു മൈക്ക് ഇതും കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നാൾ മരിച്ചിരിക്കുന്നു, അയാൾ അത്രയും ബഹുമാനപ്പെട്ട ആളായിരുന്നു, അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നു, സങ്കടത്തോടു കൂടെ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനൗൺസ് ചെയ്യുന്നതിനെ പോലും ഒരു നിയന്ത്രണം അതിലൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളയിടത്ത് കാര്യങ്ങളെത്തി. ഇന്നിപ്പോൾ മരണവാർത്തകൾ അറിയിക്കുന്നതിനൊക്കെ ഇന്ന് സംവിധാനങ്ങൾ ഏറെയുള്ളൊരു കാലമാണ്. അപ്പം അതിലൊക്കെ അത്ര പോലും ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തിയത്. ഏതായാലും ഈ 2 അധ്യായത്തിലുമുള്ള വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണുക, മനസ്സിലാക്കുക. ഈ 2 വിഷയങ്ങളും വിശ്വാസികൾക്കിടയിലെ സാഹോദര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഒരാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്നൊരു മനസ്സ്, അത് വളരെ താഴ്ന്ന മനസ്സാണ്, അങ്ങനെ സന്തോഷിക്കേണ്ട, അത് തിരിഞ്ഞടിക്കും. 2-ാമത്തെ അധ്യായത്തിൽ കേട്ടത് കുടുംബങ്ങളുടെ പേരിൽ കുത്തിപ്പറഞ്ഞ് മേന്മ നടിക്കൽ ജാഹിലിയത്തും കുഫറിലേക്ക് എത്തുന്ന കാര്യവുമാണ്, ശ്രദ്ധിക്കണം എന്നാണ്.
എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ നിലക്ക് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപാകതകൾ പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവൽ നമുക്കുണ്ടായിത്തീരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين.